സമകാലികത്തിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് 2024 ഡിസംബർ മാസം, അതായത് 2024 അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതായത് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചുകൊണ്ട് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ 2 ഗഡുക്കളുടെ വിതരണം. 3200 രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 56 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2024 കുടിശ്ശികയായി നിൽക്കുന്ന 5 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ 2 മാസത്തെ കുടിശ്ശിക 2024 വർഷത്തിലും ബാക്കി വരുന്ന 3 മാസത്തെ കുടിശ്ശിക 2025 വർഷത്തിലും വിതരണം ചെയ്യുമെന്നായിരുന്നു പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗഡു വിതരണം കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയിരുന്നു. ഇനി ബാക്കിയുള്ള ഒരു ഗഡു വിതരണവും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡിസംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും കൂടുമ്പോൾ 3200 രൂപയാണ് 2024 ഡിസംബർ മാസത്തിൽ ഈ ഒരു പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ 1500 കോടി രൂപയാണ് കടമെടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ 3000 കോടി രൂപ സഹകരണ സംഘത്തിൻ്റെ കൺസോർഷ്യനിൽ നിന്ന് കണ്ടെത്താനും ശ്രമിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗികമായ കൃത്യമായ ഒരു തീയതി സർക്കാർ അറിയിച്ചിട്ടില്ല. എന്നാൽ 2024 നവംബർ മാസത്തിൽ 6-ാം തീയതിയോടുകൂടി തന്നെ പെൻഷൻ വിതരണം നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ മാസം വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ വിതരണം ഉണ്ടാകും. ക്രിസ്മസോട് കൂടിയിട്ട് ആളുകളുടെ കൈകളിലേക്ക് ഈ തുക എത്തിച്ചേരണമെന്ന നിർബന്ധ ബുദ്ധിയിലാണ് ധനകാര്യ വകുപ്പ് പ്രവർത്തിക്കുന്നത്. എന്നാൽ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ, അതോടൊപ്പം തന്നെ പുനർവിവാഹിതയല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാത്ത ആളുകൾ, അതോടൊപ്പം തന്നെ ആരെങ്കിലുമൊക്കെ അനധികൃതമായിട്ടാണ് ഈ ഒരു പെൻഷൻ വാങ്ങുന്നത് എങ്കിൽ അത്തരം ആളുകളുടെ കാര്യത്തെക്കുറിച്ച് അതായത് വാർഡ് കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എങ്കിൽ അത്തരം ആളുകൾക്കും ഈ ഒരു മാസത്തിൽ പെൻഷൻ ലഭിക്കില്ല. ഇതിൽ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് തുടർന്ന് മസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള മാസങ്ങളിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കും. അതോടൊപ്പം തന്നെ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ബാക്കിയുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് 2024 ഡിസംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.